ലാത്തിയും ബൂട്ടും കാക്കി യൂണിഫോമും ചിലപ്പോൾ ഹെൽമറ്റും ഷീൽഡും പോലീസിന്റെ രൂപം അല്പം പേടിപ്പെടുത്തുന്നതാണ്. എന്നാൽ സഹജീവികളുടെ ജീവൻ രക്ഷിക്കാൻ രക്തം ദാനം ചെയ്യുന്ന പോലീസിന് മനുഷ്യത്വത്തിന്റെ മുഖമാണ്. അത്തരമൊരു കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കമ്മീഷണർ ഓഫീസ് വേദിയായി. അച്ചടക്കത്തോടെ പരേഡിൽ അണിനിരക്കാറുള്ള സേനാംഗങ്ങൾ അതിലും അച്ചടക്കത്തോടെ രക്തദാന ടേബിളുകളിൽ കിടന്നു. സഹായത്തിന് ആരോഗ്യവകുപ്പിന് കീഴിലെ ആരോഗ്യ പ്രവർത്തകരും. ക്രമസമാധാന പാലനത്തിനൊപ്പം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലും സജീവമാവുകയാണ് രക്തദാനത്തിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. 70ഓളം പോലീസുകാരാണ് ക്യാമ്പിൽ രക്തം നൽകിയത്. അപകടത്തിലും മറ്റും പരിക്കേൽക്കുന്നവർക്കായി രക്തം കിട്ടുമോ എന്നറിയാൻ പോലീസിന് നിരന്തരം അന്വേഷണങ്ങൾ വരാറുണ്ട്. എന്നാൽ ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ പലതായതിനാൽ പലപ്പോഴും രക്തം ദാനം ചെയ്യാൻ കഴിയാറില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ രക്തത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴാണ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അവധിയെടുക്കാതെ ഡ്യൂട്ടി ക്രമീകരിച്ചും മറ്റും 70ഓളം പേർ കമ്മീഷണർ ഓഫീസിൽ നടന്ന ക്യാമ്പിൽ രക്തം ദാനം ചെയ്യാനെത്തി. രക്തദാനം മഹാദാനമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അന്തസ്സിനും കാവൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ ആവശ്യപ്പെടുന്നത് ഞങ്ങളോടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളതിലൊക്കെ പരമാവധി ഇടപെട്ട് ചെയ്യാൻ കഴിയാറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്കതിന് കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പൊതുജനങ്ങളെ NGOസിനെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് രക്തം ആവശ്യമുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ ഇടപെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നമുക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമ്മേളനത്തിലേക്ക് പോയിക്കൂടാ എന്ന ആലോചന വന്നത്. സേനയിൽ താൽപര്യമുള്ളവരെ മുഴുവൻ രക്തം ദാനം ചെയ്യിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് അസോസിയേഷൻ. കൂടാതെ രക്തദാനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധം സേനയിൽ എല്ലാവരിലും എത്തിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.